ഹായ്, മെറ്റയുടെ കീഴിലുള്ള ജനപ്രിയ ആപ്പാണ് വാട്സപ്പ്. വാട്സപ്പിൽ ഒട്ടനവധി അപ്ഡേഷനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇനി മുതൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് iOS-ലേക്കും iOS യൂസേഴ്സിന് ആൻഡ്രോയിഡിലേക്കും നിങ്ങളുടെ ചാറ്റ്, അതേപോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റുകൾ, അതേപോലെ തന്നെ ചാനൽ, അതേപോലെ കമ്മ്യൂണിറ്റി, കോൾ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോകളും വീഡിയോകളും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ സ്റ്റോറേജിലാണ്. ഓരോ ചാറ്റിൻ്റെ അകത്തും മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാനേജ് സ്റ്റോറേജിലൂടെ നിങ്ങൾക്ക് ആ ഒരു ചാറ്റിനുള്ളിലെ വലിയ ഫയലുകളൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാതെ വലിയ വലിയ ഫയലുകൾ മാത്രം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ സ്റ്റോറേജ് കൂട്ടുവാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. പിന്നെ വേറൊരു ഓപ്ഷൻ കൊണ്ടുവന്നത് iOS യൂസേഴ്സിനാണ്. iOS യൂസേഴ്സിനെ ഒരു ഫോണിൽ തന്നെ 2 വാട്സപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുമ്പ് ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴാണിത് iOS-ലോട്ട് എത്തിയിട്ടുള്ളത്. കൂടാതെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI അധിഷ്ഠിതമായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മുടെ ചാറ്റിനകത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോകൾ, ആ ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് AI ഫീച്ചർ ഉപയോഗിച്ചിട്ട് ചാറ്റിൻ്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു ഫീച്ചറും ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഫീച്ചേഴ്സൊന്നും എല്ലാവർക്കും ഇപ്പം ലഭ്യമായിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് അത് ലഭ്യമായി തുടങ്ങുന്നത്. ഇനി വരും 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് ഏകദേശം എല്ലാ യൂസേഴ്സുകൾക്കും എത്തുമെന്നാണ് മെറ്റ അറിയിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ടെക് ഇൻഫർമേഷനായിട്ട് നിങ്ങൾ ICS ഇന്ത്യ ഫോളോ ചെയ്യുക.